പ്രിയമുള്ളവരെ, ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമത്തിന് കീഴിലുള്ള പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷൻ പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ലേബലിൽ നൽകിയില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം 3 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണ്. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ കൃത്യമായ ഇടവേളകളിൽ പലതരത്തിലുള്ള അമെൻമെൻറ്റുകൾ വരാറുണ്ട്. ഇത്തരത്തിൽ വരുന്ന അമെൻമെൻറ്റുകൾ പ്രകാരമുള്ള മാറ്റങ്ങൾ ലേബലിൽ കൃത്യമായി കൊണ്ടുവരാൻ പലപ്പോഴും ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് അസൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം പലപ്പോഴും അവർ നേരത്തെ ധാരാളം ലേബലുകൾ അടിച്ചു വച്ചിട്ടുണ്ടാകും. ഇത്തരത്തിൽ പ്രിൻ്റെടുത്ത ലേബലുകളിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്നത് പലപ്പോഴും FBOയെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ചെലവ് വരാറുണ്ട്. FBOസിന് വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പുതിയ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇത് പ്രകാരം പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ FBOയ്ക്ക് അവരുടെ ലേബലിൽ കൊണ്ടുവരാൻ കൃത്യമായും മിനിമം 180 ദിവസത്തിൻ്റെ ഒരു സാവകാശം കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം 180 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്ന ജൂലൈ 1 മുതൽ മാത്രമേ അത് എൻഫോഴ്സ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അത്തരത്തിൽ ലേബലിംഗ് ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി FBOയ്ക്ക് അവരുടെ ലേബലിൽ കൊണ്ടുവരാൻ കൃത്യമായ സാവകാശം നൽകുന്നുണ്ട്. മിനിമം 180 ദിവസം, അതായത് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നോട്ടിഫൈ ചെയ്തതിന് ശേഷം 180 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പ്രകാരമുള്ള എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ഉണ്ടാവുകയുള്ളൂ. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് പ്രകാരം 180 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്ന ജൂലൈ 1 മുതൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അതായത് എല്ലാ സാമ്പത്തിക വർഷവും ജൂലൈ 1 മുതലാണ് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റുകൾ പ്രകാരമുള്ള എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അതായത് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നത് ജൂൺ 1-നാണെങ്കിൽ അടുത്ത ജൂലൈ 1-ന് തന്നെ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ആരംഭിക്കുകയില്ല. ആ ജൂൺ 1 മുതൽ 6 മാസം, അതായത് 180 ദിവസം കഴിഞ്ഞതിന് ശേഷം വരുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലെ ജൂലൈ 1 മുതൽ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സിന് കൃത്യമായ സാവകാശം നൽകിയതിന് ശേഷം മാത്രമേ ഇനി മുതൽ ഇത്തരത്തിൽ പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് റെഗുലേഷനിൽ വരുന്ന അമെൻമെൻറ്റുകൾ പ്രകാരമുള്ള നിയമ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്